പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് നവംബർ മാസം 6-ാം തീയതി വ്യാഴാഴ്ച. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. മനോഹരമായിരുന്ന ഏദൻ തോട്ടത്തിന്റെ വിവരണമാണ് വാക്യം. ഒരിക്കൽ ദൈവത്തിന്റെ മുഖം നേരിട്ട് കണ്ടിരുന്നതായ ആദം ഇപ്പോൾ മരങ്ങളുടെ ഇടയിൽ ഭയത്തോടും ലജ്ജയോടും കൂടെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ ദൈവശബ്ദം ആകാശത്തെയും ഭൂമിയെയും ചലിപ്പിച്ച് മുഴങ്ങിയത്, ആദമേ നീ എവിടെ? ഇത് ചരിത്രത്തിലെ ആദ്യത്തെ ദൈവവിളിയാണ്. മനുഷ്യനെ കുറ്റം പറയാനല്ല, തിരികെ അവനെ കണ്ടെത്താനായിട്ടാണ്. അതൊരു ചോദ്യം മാത്രമല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ നിലവിളിയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. ഇവിടെ ഈ ദൈവത്തിൻ്റെ വിളിയിൽ സ്നേഹത്തിൻ്റെ ശബ്ദം നാം ദർശിക്കുന്നു. ദൈവം നീ എവിടെ എന്ന് ചോദിച്ചത് അവനായിരിക്കുന്ന സ്ഥലം അറിയാനല്ല, പിന്നെയോ ആദമിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ അറിയാനാണ് ചോദിച്ചത്. മനുഷ്യൻ ദൈവത്തിൽ നിന്നും മറയുമ്പോഴും അവനെ അന്വേഷിക്കുന്നതായ ഒരു ദൈവത്തെ ഇവിടെ കാണുകയാണ്. ഈ ശബ്ദം ശിക്ഷിക്കാനുള്ളതല്ല, പിന്നെയോ സ്നേഹത്തിൻ്റെ അന്വേഷണമാണ്. ദൈവം ഇന്നും നമ്മെ അന്വേഷിക്കുകയാണ്. മകനെ, നീ പ്രാർത്ഥനയിൽ നിന്നും അകലുന്നു. മകളെ, നീ എൻ്റെ വചനത്തിൽ നിന്ന് വിട്ടുമാറുന്നു. നീ ഇപ്പോൾ എവിടെയാ? പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ ദൈവം നമ്മെ തിരികെ വിളിക്കുകയാണ്. അവൻ നമ്മെ കണ്ടെത്തുന്നത് തള്ളാനല്ല, കൈപിടിച്ച് നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കാനായിട്ടാണ്. ഈ വേദഭാഗം വീണ്ടും നമ്മോട് പറയുന്നു, പാപം മനുഷ്യനെ മറയ്ക്കുന്നു. ഇവിടെ നാം കാണാൻ സാധിക്കുകയാണ്, പാപം ആദമിനെയും ഹവ്വായെയും ലജ്ജയുടെയും ഭയത്തിൻ്റെയും അടിമകളാക്കി മാറ്റുകയാണ്. മനുഷ്യന്റെ ആത്മാവിൽ ആദ്യമായിട്ട് ഇരുട്ട് കടന്നു വരികയാണ്. അത് ഇന്നും ആവർത്തിക്കുന്നു. പാപത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ ദൈവത്തിൽ നിന്ന് മറയ്ക്കുന്നു. നാം അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ എത്തിച്ചേരുകയാണ്. മനുഷ്യൻ ഇന്നും പാപമുഖാന്തരം മരങ്ങളുടെ പിന്നിൽ മറയുന്നുണ്ട്. പക്ഷേ മരങ്ങളുടെ പേരുകൾ മാറിയിരിക്കുന്നു എന്നതാണ് ചിന്തനീയം. മൊബൈൽ, നമ്മുടെ ജോലി, ധനം, ലോകാനന്ദങ്ങൾ, ഇങ്ങനെയുള്ളതായ മരങ്ങളുടെ പേരിൽ പിന്നിൽ നാം മറയുകയാണ്. മറയാനുള്ള മരങ്ങൾ മാറിയാലും മറയുന്ന മനസ്സ് അതേപോലെയാണ്. പക്ഷേ ദൈവം ഇന്നും അതേ ചോദ്യം ആവർത്തിക്കുന്നു, നീ എവിടെ? ദൈവം ഇത് ചോദിക്കുമ്പോൾ പുനഃസ്ഥാപിക്കുന്ന ബന്ധത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ദൈവം ആദമിനെയും ഹവ്വായെയും അവനുമായിട്ടുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വിളിച്ചു. അത് ശിക്ഷിക്കാനുള്ള അന്വേഷണമല്ല, അവരുടെ ലജ്ജ മറയ്ക്കാനായിട്ടാണ് അവൻ വസ്ത്രം തയ്യാറാക്കി അവർക്ക് കൊടുത്തത്. ഇതാണ് ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെടുകയാണ്. മനുഷ്യൻ പാപം ചെയ്ത് മറയുമ്പോൾ അവിടെയും ദൈവം സ്നേഹത്തോടെ കരുണയോടെ രക്ഷയുടെ വസ്ത്രം തയ്യാറാക്കി അവന് വേണ്ടി കൊടുക്കുകയാണ്. അത് ക്രൂശിൽ പൂർത്തിയാകുന്നതായി നാം കാണുകയാണ്. അവിടെ ദൈവം തന്നെ മറുപടി പറയുകയാണ്, ഞാൻ തന്നെയാണ് നിന്നെ അന്വേഷിച്ചതായ ദൈവം. നിന്റെ പാപം മറയ്ക്കുവാൻ ഇതാ കുരിശിൽ എൻ്റെ രക്തം ഒഴുക്കുന്നു. ഇവിടെ ചില ജീവിത പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് മറയുന്നത് ഒരു പരിഹാരമല്ല. ദൈവത്തിൽ നിന്ന് ഓടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. വീണ്ടും വേദഭാഗം പറയുന്നു, ദൈവത്തിൻ്റെ വിളിക്ക് മറുപടി കൊടുക്കുക. അവനെന്നും സ്നേഹത്തോടെ നമ്മെ അന്വേഷിക്കുന്നവനാണ്. യേശുവിലൂടെ നഷ്ടപ്പെട്ടതായ ബന്ധത്തെ പുനഃസ്ഥാപിക്കുക. ദൈവം വിളിക്കുന്നത് രക്ഷയ്ക്കായിട്ടാണ്. ദൈവം ഇന്നും ചോദിക്കുന്നു,
നീ എവിടെയാ? അത് കരുണയുടെ സ്വരമാണ്, സ്നേഹത്തിൻ്റെ വിളിയാണ്. ദൈവം കാത്തിരിക്കുന്നു. നാം ഒരിക്കലും മറയുന്ന അനുഭവത്തിലേക്ക് പോകരുത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, തിരികെ എത്തുക. മറഞ്ഞു നിൽക്കുന്നവനെ ദൈവം ഇന്നും വിളിക്കുന്നു. തിരികെ ദൈവത്തിലെത്തി മറുപടി നൽകാൻ നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഏദൻ തോട്ടത്തിൽ ആദമിനോട് നീ ചോദിച്ചതുപോലെ ഇന്നും ഞങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ, നീ എവിടെ? ഞങ്ങളുടെ ഭയങ്ങൾക്കും പാപങ്ങൾക്കും പിന്നിൽ മറയാതെ നിന്റെ മുമ്പിൽ തുറന്ന ഹൃദയത്തോടെ വരാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സ്നേഹത്തിൻ്റെ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ. നിന്റെ ശബ്ദം കേട്ട് മറുപടി നൽകുന്ന വിശ്വാസികളായി ഞങ്ങളെ മാറ്റണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.